Hello dears, welcome back to ISKSA English. Hello dear students. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന പേപ്പറിൽ നമ്മൾ മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ മേജർ സ്റ്റൈൽസിൽ ഏതൊക്കെ സ്റ്റൈലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ അഗ്രസീവും അതുപോലെ തന്നെ പാസീവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിസ്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ന് നമ്മൾ പറയുന്നത് പാസീവ് അഗ്രസീവ് എന്നുള്ളതാണ്. പാസീവ് അഗ്രസീവ്. അപ്പോൾ എന്താണ് പാസീവ് അഗ്രസീവ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ റിസീവർ മേ അപ്പിയർ പാസീവ് ഓൺ ദ സർഫസ്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് പാസീവ് അഗ്രസീവ്. അതായത് അഗ്രസീവ് ആണ് ആള്, പക്ഷെ പാസീവ് ആയിരിക്കും. ആൾ അഗ്രസീവ് ആണ്, പക്ഷെ അതെന്ത് ചെയ്യില്ല, പുറത്ത് കാണിക്കൂല. അപ്പോൾ അതാണ് ഇവിടെയും പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പാസീവ് അഗ്രസീവ് എന്നുള്ളത് ഒരു സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. വേർ ഇവിടെ ഈ സ്റ്റൈലിൽ ദ റിസീവർ മേ അപ്പിയർ പാസീവ് ഓൺ ദ സർഫസ്. അതായത് പ്രത്യക്ഷത്തിൽ, ഇവിടെ സർഫസ് എന്ന് പറയുമ്പോൾ ഉപരിതലത്തിൽ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ റിസീവറെ പാസീവായിട്ട്, അതായത് പ്രതികരിക്കാത്ത ആളായിട്ട്, മിണ്ടാതിരിക്കുന്നതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ റിസീവർ അങ്ങനെ ആയിരിക്കും. ബട്ട് എക്സ്പ്രസ് ദെയർ ഡിസഗ്രീമെന്റ് ഇൻ സബ്റ്റിൽ ഫോംസ്. പക്ഷെ എന്തു ചെയ്യും? വിയോജിപ്പ് കാണിക്കും, അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കും ഇൻ സബ്റ്റിൽ ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായ രീതിയിൽ, അതായത് വളരെ മൈന്യൂട്ടായ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർപ്പുണ്ടായിരിക്കും, വിയോജിപ്പുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വിയോജിപ്പില്ലാത്ത പോലെ നമുക്ക് തോന്നാം. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് സബ്റ്റിൽ ഫോമിലായിരിക്കും. സബ്റ്റിൽ ഫോമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ മൈന്യൂട്ടായ രീതിയിൽ, ചെറിയ അല്ലെങ്കിൽ നേർത്ത രീതിയിൽ എന്ത് ചെയ്യും, കാണിക്കും. എന്താ അതിൻ്റെ ട്രിക്ക് എന്നറിയോ? ദ റിസീവർ യൂസസ് ടാക്ടിക്സ് ലൈക്ക്. ഇവിടെ റിസീവർ ചില ടാക്ടിക്സ് ഉപയോഗിക്കും. ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ ചില ട്രിക്കുകൾ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലൈക്ക് മട്ടറിങ്. സാധാരണ ഈ ഒരു രീതി നിങ്ങൾ ആരടുത്താണ് കാണാറുള്ളത്? ഈ ഒരു രീതി, അതായത് പാസീവ് അഗ്രസീവ് എന്ന് പറയുന്ന രീതി. സാധാരണ ഇത് ഫോളോ ചെയ്യുന്നത് കാര്യമായിട്ടും, എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിയോജിപ്പ് ഉണ്ടാവാം, പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ പാസീവ് അഗ്രസീവ് എന്ന് പറയുന്ന സ്റ്റൈല് കാര്യമായിട്ടും ഫോളോ ചെയ്യുന്നത് സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് കോമൺ ആയിട്ട് പുരുഷന്മാർ ഒരു വിധം, ഒരു പരിധി വരെ പുരുഷന്മാർ എന്ത് ചെയ്യും, കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവേണ്ട രീതിയിൽ, കാണത്തക്ക രീതിയിൽ എന്ത് ചെയ്യും, പുരുഷന്മാർ പ്രതികരിക്കും. ഇവിടെ എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് ഉണ്ടാകും, പക്ഷെ കാണത്തക്ക രീതിയിൽ എന്ത് ചെയ്യില്ല, ആ വിയോജിപ്പ് കാണിക്കൂല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മട്ടറിങ് ഉണ്ടാവും. അതുപോലെ തന്നെ സൾക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മുഖഭാവം, മുഖക്കാകെ എന്ത് ചെയ്യും, മാറും. അതുപോലെ തന്നെ സ്പ്രെഡിങ് റൂമേഴ്സ്, എന്ത് ചെയ്യും, ചില അപവാദങ്ങൾ പറയാം. ഗിവിങ് സൈലന്റ് ട്രീറ്റ്മെന്റ്, അതായത് നിശബ്ദമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ. അതുപോലെ തന്നെ ഗിവിങ് ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ്സ്, മോശം പ്രതികരണങ്ങൾ. കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയില്ല. ഈ രീതിയിലൊക്കെ ആയിരിക്കും ഇവർ പെരുമാറുക. അപ്പോൾ പാസീവ് അഗ്രസീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പെരുമാറ്റ രീതികളായിട്ട് നമുക്ക് മട്ടറിങ്ങിനെയും സൾക്കിങ്ങും സ്പ്രെഡിങ് റൂമേഴ്സും ഗിവിങ് സൈലന്റ് ട്രീറ്റ്മെൻറ്റ്, ഗിവിങ് ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം,
ചില രീതികളായിട്ട് നമുക്ക് എടുക്കാം. അടുത്ത സ്റ്റൈലാണ് അസേർട്ടീവ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അസേർട്ടീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്റ്റൈലുകളിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ഇത് 4ാമത്തെ സ്റ്റൈലാണ് പറയുന്നത്. അപ്പോൾ ഈ 4 സ്റ്റൈലുകളിൽ ഏറ്റവും ഇഫക്റ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് അസേർട്ടീവ് ആണ്. എന്തുകൊണ്ടാണ് അസേർട്ടീവ് എഫക്റ്റീവ് സ്റ്റൈൽ ആകുന്നത്? ഇവിടെ എ പേഴ്സൺ എക്സ്പ്രസസ് ഹിസ് ഓർ ഹെർ ഫീലിങ്സ്, ഐഡിയാസ് ആൻഡ് നീഡ്സ് വൈൽ കൺസിഡറിങ് ദാറ്റ് ഓഫ് അതേഴ്സ് ടു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഒരു സെൻറ്റർ ആയിക്കോട്ടെ, ഒരു സെൻറ്റർ അയാളുടെ ഫീലിങ്സ്, അയാളുടെ ഐഡിയാസ്, അയാളുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ റിസീവറുടെ ഇതേ ഫീലിങ്സും ഐഡിയാസും, അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ റിസീവറുടെ ഇതേ ഫീലിങ്സിനെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും സെൻറ്റർ എന്ത് ചെയ്യുക, തൻ്റെ ഫീലിങ്സും എമോഷൻസും ഐഡിയാസും എക്സ്പ്രസ് ചെയ്യാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈലിൽ സെൻറ്റർ റിസീവർക്കും തുല്യ പ്രാധാന്യം നൽകും. ഇറ്റ് ഹാസ് സ്കോപ്പ് ഫോർ ഓൾ പാർട്ടിസിപ്പൻസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റൈലിൽ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും സ്കോപ്പ് ഉണ്ട്. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം, ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാം, ഫീലിങ്സ് ഷെയർ ചെയ്യാം. There is no domination or subordination by anyone. ഇവിടെ ആരും മുകളിലോ ആരും താഴെയോ അല്ല. ഇവിടെ ആർക്കും ഡോമിനേഷനും ഇല്ല, ആരും സബോർഡിനേഷനും ആവുന്നില്ല. ഇവിടെ ആരും സബോർഡിനേഷൻ, ആരും താഴെയും പോകുന്നില്ല, ആരും ഡോമിനേറ്റ്, ആരും ആരെക്കാളും മുകളിലും പോകുന്നില്ല. It shows the confidence of the communicator to express his or her ideas openly. ഇവിടെ ഈ സ്റ്റൈലിൽ കമ്മ്യൂണിക്കേറ്ററുടെ തൻ്റെ ഐഡിയാസിനെ തുറന്നു പറയാനുള്ള കോൺഫിഡൻസ് ഇവിടെ പ്രകടമാകുന്നു. അതാണിത് കാണിക്കുന്നത്. ഇനി ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫീച്ചർ ദി സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ്റെ 2 സവിശേഷതകളാണ്, പ്രത്യേകതകളാണ് ക്ലാരിറ്റിയും അണ്ടർസ്റ്റാൻഡിങ്ങും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഫ്രീഡം ഉണ്ട്, ആർക്കും ഓപ്പൺ ആയിട്ട് പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവും. അതാണ് ക്ലാരിറ്റി. മറ്റൊന്ന്, പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും കാര്യങ്ങൾ മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്റ്റൈലിൽ, അസേർട്ടീവ് സ്റ്റൈലിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്ലാരിറ്റിയും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. വ്യക്തതയും അതുപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവും ചെയ്യും. ആ ലാസ്റ്റ് ലൈൻ ഞാൻ ഒന്നുകൂടി പറയാം. ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫീച്ചർ ദിസ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഫീച്ചറായിട്ട് വരുന്നത് ക്ലാരിറ്റിയും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. ഇനി ഇവിടത്തെ 8ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇത്തരത്തിലുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ 2 മാർക്സിന് എഴുതാവുന്ന ക്വസ്റ്റ്യൻസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡീകോഡിംഗ് ആൻഡ് എൻകോഡിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ? നിങ്ങൾ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് എൻകോഡിങ്ങും ഡീകോഡിങ്ങും കേട്ടിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട 2 ടേമുകളാണ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും. എന്താണ് ഡീകോഡിങ്, അതുപോലെ തന്നെ എന്താണ് എൻകോഡിങ്? ഇവിടെ ഏത് ആദ്യം പറയണമെന്നില്ല, ഏത് ആദ്യം പറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാവും. നോക്കൂ, എന്നാൽ ഇവിടെ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡീകോഡിങ് ആൻഡ് എൻകോഡിങ് ആർ 2 important concepts in the communication process. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ വരുന്ന 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്
ഡീകോഡിങ്ങും എൻകോഡിങ്ങും. എന്താണ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ? ഡീകോഡിംഗ് ഈസ് ദ പ്രോസസ്. ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. ബൈ വിച്ച്, ഇതിലൂടെയാണ് ദ റിസീവർ അണ്ടർസ്റ്റാൻഡ്സ് ദ കോഡ്സ്. ഒരു റിസീവർ തനിക്ക് കിട്ടിയ കോഡ് മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി ഗെറ്റ്സ് ദ മീനിങ് ഓഫ് ദ മെസ്സേജ്, മെസ്സേജിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു റിസീവർക്ക് ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ റിസീവർ എന്തു ചെയ്യും? ഡീകോഡ് ചെയ്യും. എന്താ ചെയ്യുക? ഡീകോഡ് ചെയ്യുക. അപ്പൊ എന്താ ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ? തനിക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്ന പ്രക്രിയയാണ് ഡീകോഡിങ്. അപ്പൊ ഡീകോഡിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ റിസീവർ അണ്ടർസ്റ്റാൻഡ്സ് ദ കോഡ്സ്. എന്തായിരിക്കാം ഒരു മെസ്സേജിലെ കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ വേർഡ്സ് സെൻഡ് ബൈ ദ റിസീവർ. റിസീവർ സെൻഡ് ചെയ്ത വേർഡ്സ് ആണ് കോഡ്സ്. ഈ കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താന്ന് കരുതണ്ട. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? വേർഡ്സ് ആയിരിക്കാം, ചിത്രങ്ങളായിരിക്കാം, എന്തുമായിരിക്കാം. റിസീവർക്ക് സെൻറ്ററിൽ നിന്നും കിട്ടിയത് എന്താണോ അതാണ് എന്ത്? കോഡ്. ആ കോഡ് റിസീവർ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്ന പ്രക്രിയയാണ് എന്ത്? ഡീകോഡിംഗ്. അടുത്തത് എൻകോഡിംഗ് ആണ്. എന്താ എൻകോഡിംഗ്? എൻകോഡിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച്, എൻകോഡിംഗ് എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. അതായത് ദ സെൻഡർ ക്രിയേറ്റ്സ് ദ മെസ്സേജ്. സെൻഡർ മെസ്സേജ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? എൻകോഡിംഗ്. അപ്പൊ എന്താണ് എൻകോഡിംഗ്? എൻകോഡിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച്, ഈ പ്രോസസ്സിലൂടെ ദ സെൻഡർ ക്രിയേറ്റ്സ് ദ മെസ്സേജ്, സെൻഡർ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നു. സെൻഡർ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്, ആ പ്രോസസ് ആണ് എന്ത്? എൻകോഡിംഗ്. ഇനി തോട്ട്സ് ഓർ ഐഡിയാസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ സെൻഡർ ആർ കൺവേർട്ടഡ് ഇൻടു സിംബൽസ് ഓർ കോഡ്സ്. അതായത് ഒരു സെൻഡറുടെ മനസ്സിലുള്ള തോട്ട്സ് ഓർ ഐഡിയാസ്, സെൻഡറുടെ മനസ്സിലുള്ള ചിന്തകള് അല്ലെങ്കിൽ ആശയങ്ങളെ എന്തു ചെയ്യുന്നു? കോഡാക്കി മാറ്റുന്നു. ഇവ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മനസ്സിലിരുന്നാൽ നിങ്ങൾ അറിയില്ല. എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളിലേക്ക് വരുന്നു ത്രൂ വേർഡ്സ്, വേർഡ്സിന്റെ രൂപത്തിൽ. ഈ വേർഡ്സ് ആണ് എന്ത്? കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതന്നെയാണ് ഇവിടെ പറയുന്നതും. സെൻഡറുടെ മനസ്സിലുള്ള ഐഡിയാസ് അല്ലെങ്കിൽ മെസ്സേജസ് അല്ലെങ്കിൽ തോട്ട്സ് എന്തു ചെയ്യുന്നു? സെൻഡർ ഇവയെ കോഡാക്കി മാറ്റുന്നു. കൺവേർട്ടഡ് ഇൻടു സിംബൽസ് ഓർ കോഡ്. സിംബൽസ് ഓർ കോഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജോ അല്ലെങ്കിൽ റിസീവർക്ക് മനസ്സിലാകുന്ന രൂപം. അല്ലാതെ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് മനസ്സിലാവില്ലല്ലോ. മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റും. ബിഫോർ ട്രാൻസ്മിറ്റിംഗ് ടു ദ റിസീവർ, റിസീവറിലേക്ക് അയക്കുന്നതിന് മുൻപ്. ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സെൻഡ് ചെയ്യാം. അപ്പം അങ്ങനെ മാറ്റിയിട്ട് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഒന്നുകിൽ വാക്കുകളിലേക്ക് മാറ്റണം. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? റിസീവർക്ക് സെൻഡ് ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ഇൻ മൈ മൈൻഡ് ഈസ് കൺവേർട്ടഡ് ടു കോഡ്സ് ഓർ സിംബൽസ് ബിഫോർ ഐ ട്രാൻസ്മിറ്റ്. ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് അങ്ങനെ ചെയ്യണം. ആ പ്രക്രിയക്കാണ് നമ്മൾ എന്തു പറയാ? എൻകോഡിംഗ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് എൻകോഡിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അതാണ് എൻകോഡിംഗ്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാലോ ഇങ്ങനെ എൻകോഡ് ചെയ്ത സാധനം, അതായത് സെൻഡർ എൻകോഡ് ചെയ്തത് റിസീവർക്ക് ലഭിക്കുന്നു. റിസീവർ അതെന്തു ചെയ്യും? ആ കോഡ് മനസ്സിലാക്കിയെടുക്കും. ആ കോഡ് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ആ കോഡുമായിട്ട് ബന്ധം വേണം. ഇപ്പൊ ഇംഗ്ലീഷിലുള്ള ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള വേർഡ്സ് ആണ് അതിൻ്റെ കോഡ്. ആ വേർഡ്സ്, ആ ലാംഗ്വേജ് എനിക്ക് അറിയണം. അറിഞ്ഞാൽ മാത്രമേ എനിക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റൂ. കാരണം ഞാനത് മനസ്സിലാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് ഡീകോഡിങ്.
അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ, ഞാൻ റിസീവർ ആണെങ്കിൽ എനിക്ക് കിട്ടിയ ചില കോഡുകൾ, സിമ്പലുകൾ അതെന്താണെന്ന് മനസ്സിലാക്കി ആ മെസ്സേജിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയെടുക്കുന്ന പ്രക്രിയയാണെന്ത്, ഡീകോഡിങ്. അപ്പം ഇത്രയാണ് നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനുള്ളത്. ഇനി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൽ വരുന്ന ഒരു എസ്സേ, ഒരു ഷോർട്ട് എസ്സേ, ആ ഷോർട്ട് എസ്സേ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അതുകൂടി ഞാനങ്ങോട്ട് പറയട്ടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ ക്വസ്റ്റ്യൻ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി വേറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണ്ട, പ്രിപ്പയർ ചെയ്യണ്ട. ഞാൻ തന്നെ ഇവിടെ എക്സാം ഓറിയന്റഡ് നോട്ട്സ് എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് ഒരു എസ്സേ തയ്യാറാക്കുക. അപ്പോൾ നമുക്കാണ് തയ്യാറാക്കല്ലേ. അപ്പം ഞാൻ വായിച്ചേറെ കേട്ടോളൂ. The word communication is derived from the Latin word communicare, which means to share. ഷെയർ എന്ന അർത്ഥം വരുന്ന, പങ്കുവെക്കുക എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കെയർ എന്ന വേർഡിൽ നിന്നുമാണ്, ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ്, ഈ കമ്മ്യൂണിക്കേഷനെ നിർവചിച്ചിരിക്കുന്നു, ആസ് എ പ്രോസസ്, ഒരു പ്രക്രിയയാണ്, ആസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫോർമേഷൻ ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് യൂസിങ് എ കോമൺ സിസ്റ്റം ഓഫ് സിംബൽസ്, സൈൻസ്, ജെസ്റ്റേഴ്സ്. ഇനി ഇതിന്റെ മലയാളം പറയാം. എന്താണിത്? എന്താണ് കമ്മ്യൂണിക്കേഷൻ? കേട്ടോളട്ടോ. ജെസ്റ്റേഴ്സോ സൈൻസോ സിംബൽസോ ഉപയോഗിച്ചുകൊണ്ട് രണ്ടു വ്യക്തികൾക്കിടയിൽ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പം എന്താ പറയുന്നത്? രണ്ടു വ്യക്തികൾക്കിടയിൽ ഇൻഫോർമേഷൻ ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. രണ്ട് എന്നില്ല, വ്യക്തികൾക്കിടയിൽ ഇൻഫോർമേഷൻ അറിവ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു, പാസ് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. അത് എന്തുപയോഗിച്ചിട്ട്? യൂസിങ് എ കോമൺ സിസ്റ്റം ഓഫ് സിംബൽസ്. അപ്പം എന്താണ് ഇവിടെ കോമൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു സിസ്റ്റം ആവാൻ പാടില്ല, എനിക്ക് മാത്രം അറിയാവുന്ന ഒരു ലാംഗ്വേജ് ആവാൻ പാടില്ല. അങ്ങനെ എനിക്ക് മാത്രം അറിയുന്ന ഒരു ഭാഷ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കൂല. കാരണം മറ്റുള്ളവർക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. അതാണ് ആ ഒരു വാക്കിന്റെ പ്രത്യേകത. ഏത് വാക്കിന്റെ? ബൈ യൂസിങ് എ കോമൺ സിസ്റ്റം ഓഫ് സിംബൽസ്, സൈൻസ്, ജെസ്റ്റേഴ്സ്. ജെസ്റ്റേഴ്സിൻ്റെയും സൈൻസിൻ്റെയും സിംബൽസിൻ്റെയും ഒരു കോമൺ സിസ്റ്റം, ആരൊക്കെ അവിടെ ഉണ്ടോ അവർക്കെല്ലാം അറിയാവുന്ന സിസ്റ്റം, അത്തരം ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രക്രിയയാണെന്ത്? കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതാണ്. The aim of communication is to put across the ideas, thoughts and feelings in the mind of a person to others. ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള തോട്ട്സ്, ഐഡിയാസ്, ഫീലിങ്സ് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പുട്ട് അക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ആശയവിനിമയം നടത്തുക, കമ്മ്യൂണിക്കേറ്റ്. എൻ്റെ മനസ്സിലുള്ളത്, അപ്പം എന്താ പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് എയിം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു പുട്ട് അക്രോസ്. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? കൺവേ ഓർ കമ്മ്യൂണിക്കേറ്റ്. എൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ദാറ്റ് ഈസ് പുട്ട് അക്രോസ്. പുട്ട് അക്രോസ് ഈസ് എ ഫ്രേസൽ വേർബ് വിച്ച് മീൻസ് കൺവേ ഓർ കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. എൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ. അതന്നെയാണ് എയിം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്സ്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും
ഏതൊരാളുടെയും പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലും രണ്ടിലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും ശരി, അതല്ല പ്രൊഫഷണൽ ലൈഫാണെങ്കിലും ശരി, നമ്മളുടെ സ്വകാര്യ ജീവിതമാണെങ്കിലും തൊഴിൽ സംബന്ധമായ ജീവിതമാണെങ്കിലും രണ്ടിലും നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ദ ബേസിക് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ. ഏതൊക്കെയാ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് എലമെന്റ്സ്? എന്തെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള എലമെന്റ്സ് ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത് വേണ്ടത്, ഫസ്റ്റ് ആയിട്ട് വേണ്ടത് സെന്റർ എന്നുള്ളതാണ്. ഏറ്റവും ബേസിക് സെന്റർ. ഒന്നാമത്തേത് ഏതാ? സെന്റർ ആണ് ഒന്നാമത്തേത്. അടുത്തത് റിസീവർ, അടുത്തത് മെസ്സേജ്, അടുത്തത് ഫീഡ്ബാക്ക്. ഓർത്തോളൂ, ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ഞാൻ ഈ 4 നിർത്താനുള്ള കാരണം നമ്മുടെ ടെക്സ്റ്റിൽ 4 പറയുന്നുള്ളൂ. അപ്പം ഞാൻ ടെക്സ്റ്റിലുള്ളതിന് പുറമേയുള്ള കാര്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മളെ ടെക്സ്റ്റ് മാത്രം, ഞാൻ ടെക്സ്റ്റ് വെച്ച് പ്രിപ്പയർ ചെയ്തൊരു നോട്ടാണ് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് എൻ്റെ നോട്ടിലുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത് 1 സെൻറ്റർ, 2 റിസീവർ, 3 മെസ്സേജ്, 4 ഫീഡ്ബാക്ക്. ഈ 4 കാര്യങ്ങളാണ്. ഇനി എന്താണ് സെന്റർ, അല്ലെങ്കിൽ ആരാണ് സെന്റർ? ആരാ സെന്റർ? നിങ്ങൾക്കറിയോ? എ സെന്റർ ഇനീഷ്യേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയ അത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളാണ് സെന്റർ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന, തുടങ്ങി വെക്കുന്ന ആളാണ് ആര്? സെന്റർ. ഹി പ്രൊഡ്യൂസസ് ദ മെസ്സേജ്. ഈ ഒരു സെന്റർ എന്ന് പറയുന്ന ആള് മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് പാസസ് ഇറ്റ് ടു ദ റിസീവർ. ശേഷം അത് റിസീവർക്ക് പാസ് ചെയ്യുന്നു. റിസീവർ എന്താ ചെയ്യുക? ദ റിസീവർ പ്രോസസ്സസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് ബിഫോർ സെൻഡിങ് എ ഫീഡ്ബാക്ക് ടു ദ സെൻഡർ. റിസീവർ തനിക്ക് കിട്ടിയ മെസ്സേജ് അല്ലെങ്കിൽ ആ കോഡ്, സിംബൽസ് പ്രോസസ് ചെയ്യും. ആ പ്രോസസ്സിന്റെ പേരെന്താ? ഡീകോഡ് അല്ലേ? ആ ഒരു പ്രോസസ്സ് ചെയ്യും. അതാണ് റിസീവർ ചെയ്യുക. റിസീവർ പ്രോസസ്സസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്. എന്നിട്ട് അത് മനസ്സിലാക്കും. നമുക്കറിയാം എന്താണ് അതിന്റെ പേര്? ഡീകോഡ് അല്ലേ? ബിഫോർ സെൻഡിങ് എ ഫീഡ്ബാക്ക് ടു ദ സെൻഡർ. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെൻഡർക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ സെൻഡർക്ക് ഫീഡ്ബാക്ക് അയക്കുന്നതിന് മുൻപ്, ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ റിസീവർ സെൻഡർക്ക് ഫീഡ്ബാക്ക് അയക്കുന്നതിന് മുൻപ് അതിനെ പ്രോസസ് ചെയ്തിട്ട് ആ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരാൾ അയക്കുന്നു, മറ്റൊരാൾ മനസ്സിലാക്കുന്നു, മനസ്സിലാക്കിയ ശേഷം തിരിച്ചയക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്തു പറയാം? സോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ 2-way പ്രോസസ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഒരു 2-way പ്രോസസ്സാണ്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. It requires the active participation of all agents. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ നല്ല നിലയിൽ പോകുന്നതിന് അതിലെ എല്ലാ ഏജൻസിൻ്റെയും വളരെ ആക്റ്റീവായിട്ടുള്ള പങ്കാളിത്തം, എല്ലാ ഏജൻസിൻ്റെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അതിന് ആവശ്യമാണ്. റിക്വയേഴ്സ് ആവശ്യമാണ്. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് യൂസിങ് ജെസ്റ്റേഴ്സ്, സൗണ്ട്സ് ആൻഡ് മിററിംഗ് ഓഫ് എക്സ്പ്രഷൻസ് സിൻസ് പ്രീ ഹിസ്റ്റോറിക് ടൈംസ്. ചരിത്രാതീത കാലം. ഏതാ കാലം? പ്രീ ഹിസ്റ്റോറിക് ടൈംസ് എന്ന് പറഞ്ഞാൽ ചരിത്രാതീത കാലം. അതായത് എഴുതി വെക്കപ്പെട്ട കാലം ഉണ്ടല്ലോ, അതായത് ഹിസ്റ്റോറിക്കൽ ടൈംസ്. അതിന് മുൻപുള്ളതാണ് ഏത്? പ്രീ ഹിസ്റ്റോറിക് ടൈംസ്. ചരിത്രാതീത കാലം, എഴുതി വെക്കപ്പെട്ടതിന് മുൻപുള്ള കാലം. ആ കാലം മുതലേ മനുഷ്യര് ജെസ്റ്റേഴ്സും സൗണ്ട്സും അതുപോലെ തന്നെ മിററിംഗ് ഓഫ് എക്സ്പ്രഷൻസ്,
അതായത് എക്സ്പ്രഷൻസിനെ മിറർ ചെയ്യാം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പണ്ടേ മനുഷ്യന്മാര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ലേറ്റർ ലാംഗ്വേജ് ഒറിജിനേറ്റഡ്, പിന്നീട് ഭാഷ ഉത്ഭവിച്ചു. അതോടുകൂടി കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം മോർ ഇഫക്റ്റീവ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് കൂടുതൽ ഫലപ്രദമായി. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ടു ഹാസ് എ ലോങ് ഹിസ്റ്ററി. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഒരുപാട് വലിയ ചരിത്രമുണ്ട്. റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഒരു ലോങ് ഹിസ്റ്ററി തന്നെയുണ്ട്. വിച്ച് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ആൻഷ്യന്റ് സിവിലൈസേഷൻസ്. അതായത് ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ ചരിത്രം എന്ന് പറയുന്നത്, അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പുരാതന സംസ്കാരങ്ങളിലാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ ഉത്ഭവം എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക്, നമുക്കതിനെ കണ്ടെത്താൻ കഴിയും, ട്രേസ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഉത്ഭവം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ആൻഷ്യൻ സിവിലൈസേഷൻസിൽ നമ്മൾ എത്തും. അപ്പൊ അത്രയ്ക്കും ഒരു ലോങ് ഹിസ്റ്ററി റിട്ടൺ ലാംഗ്വേജിനും പറയാനുണ്ട്. ഹ്യൂമൻ ബീയിങ്സ് യൂസ്ഡ് ടു റൈറ്റ്. പണ്ട് മനുഷ്യർ എഴുതിയിരുന്നു. പേപ്പറൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് എങ്ങനെയാ മനുഷ്യർ എഴുതിയിരുന്നത്? ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ ചരിത്രം. എങ്ങനെയാ മനുഷ്യർ എഴുതിയിരുന്നത്? ഓൺ സ്റ്റോൺസ് ആൻഡ് റോക്സ് ടിൽ ദേ ഡിസ്കവേർഡ് പേപ്പർ. പേപ്പർ കണ്ടുപിടിക്കുന്നത് വരെ, അതിനു മുൻപ് മനുഷ്യര് പാറയിലും കല്ലിലൊക്കെയാണ് മനുഷ്യൻ എഴുതിയിരുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് പേപ്പർ ഇൻ ചൈന വാസ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ചരിത്രത്തിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ, നാഴികക്കല്ലായിട്ടുള്ള ഒരു വൻ സംഭവമാണെന്ത്? ചൈനയിലെ പേപ്പറിന്റെ കണ്ടുപിടുത്തം. അതുപോലെ തന്നെ പ്രിന്റിങ്ങും. ഇത് ഒരു മാർക്കിന് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേപ്പർ ആൻഡ് പ്രിന്റിങ് അല്ലെ, ഇത് രണ്ടും കമ്മ്യൂണിക്കേഷന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. എന്ത്? മൈൽ സ്റ്റോൺസ് ആണ് ഇത് രണ്ടും. There are several interesting snippets from history associated with human communication. മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്നിപ്പെറ്റ്സ്, കൊച്ചു കൊച്ചു കഥകൾ. സ്നിപ്പെറ്റ്സ് എന്ന് പറഞ്ഞാൽ പീസസ്, രസകരമായ ചെറിയ കഥകൾ, ചെറിയ സ്നിപ്പെറ്റ്സ് നമുക്ക് ലഭിക്കും. There are several interesting snippets from history associated with human communication. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയിൽ നിന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്നിപ്പെറ്റ്സ് നമുക്ക് ലഭിക്കും. അത്തരം ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ദ ലാസ്റ്റ് ഓഫ് ദി പിജിയൻ പോസ്റ്റ് സർവീസസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും അവസാനത്തെ പിജിയൻ പോസ്റ്റ് സർവീസ്, പ്രാവുകളെ ഉപയോഗിക്കുന്ന പോസ്റ്റൽ സംവിധാനം എവിടെയാണെന്നറിയാവോ? ഒഡീഷയിലാണ്, ഇൻ ഇന്ത്യ. പണ്ട് ഒറീസ എന്നറിയപ്പെട്ടിരുന്ന, ഇന്ന് ഒഡീഷ എന്ന് പേര് മാറ്റിയ ഒഡീഷയിലാണ് ആ പിജിയൻ പോസ്റ്റ് സർവീസ് ലോകത്തിൽ തന്നെ ലാസ്റ്റായിട്ട് നിലനിന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്നിപ്പെറ്റ് ആണ്. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിന്റെ, ഒറീസയുടെ അല്ലെങ്കിൽ ഒഡീഷയുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് നിലനിർത്തി പോന്നിരുന്നത്. അതും ഒരു വാസ്തവമാണ്. എന്നാൽ ദ ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് വാസ് അനദർ മൊമെന്റസ് ലാൻഡ്മാർക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ വന്ന അടുത്ത ഒരു വലിയ ഒരു നാഴികക്കല്ല്, വലിയൊരു സംഭവം എന്ന് പറയുന്നത് പ്രിന്റിങ്ങിന്റെ കണ്ടുപിടുത്തമാണ്. ലേറ്റർ, അതിനുശേഷം മെനി ടെക്നോളജീസ് ഇവോൾവ്ഡ്, ഒരുപാട് സാങ്കേതിക വിദ്യകൾ വന്നു. ലൈക്ക് ഏതുപോലെ? ഫോട്ടോഗ്രാഫി, ടെലഗ്രാഫ്, ഫാക്സ്, റേഡിയോ, ടെലിവിഷൻ,
ഇന്റർനെറ്റ്, ഇതുപോലെ ഒരുപാട് ടെക്നോളജീസ് അതിനുശേഷമാണ് വന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം വന്നത് പ്രിന്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഫോട്ടോഗ്രാഫിയുടെയും ടെലഗ്രാഫിൻ്റെയും ഫാക്സിൻ്റെയും റേഡിയോയുടെയും ടെലിവിഷൻ്റെയും ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ വരവിനു കാരണം ആരാ? ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൽ നായികക്കല്ല് എന്ന് പറയുന്നത്, ഇതിൽ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്, ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് അടിവരയിട്ട് പറയേണ്ടത് പ്രിന്റിങ്ങിൻ്റെ കണ്ടുപിടുത്തമാണ് കമ്മ്യൂണിക്കേഷനിലെ മറ്റൊരു നിർണായക സംഭവം എന്ന് പറയുന്നത്. ടുഡേ ദ ഹോൾ വേൾഡ് ഈസ് കണക്റ്റഡ് ലൈക്ക് എ ഗ്ലോബൽ വില്ലേജ്. ഇന്ന് ലോകം തന്നെ ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ, ഒരു ആഗോള ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഇന്ന് ലോകം കണക്റ്റഡ് ആണ്. ഇന്ന് നമുക്ക് ലോകത്തെ എവിടെയുള്ള ആളുമായിട്ടും കണ്ടും കാണാതെയും സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോണ്ടാക്ട് ചെയ്യാം, ബന്ധപ്പെടാം, സംസാരിക്കാം, കാണാം. ആ രീതിയിൽ ഇന്ന് ലോകം വളർന്നു. ലോകം വളർന്നതോടൊപ്പം തന്നെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഹാസ് കം എ ലോങ് ത്രൂ ദ ഏജസ്. ഇന്ന് അതായത് കമ്മ്യൂണിക്കേഷൻ, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ഇന്ന് വരെ ഒരുപാട് കാലങ്ങളിലൂടെ കടന്നു പോന്ന് ഇന്ന് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മളുടെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും ഒരുപാട് വളർന്നിരിക്കുന്നു. ഒരുപാട് പല യുഗങ്ങളിലൂടെ, പല ഏജസിലൂടെ, പല കാലഘട്ടങ്ങളിലൂടെ, പല ടെക്നോളജികളിലൂടെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും ഒരുപാട് വളർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ഒരു എസ്സേയും അതുപോലെ തന്നെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റും ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സാധാരണ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കാരണം നിങ്ങൾ നോട്ടിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്, ഇപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. ഇപ്പം ആദ്യത്തെ പോലെയൊന്നും അല്ല, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കാരണം നമുക്കുള്ള ആളുകൾ ഒരുപാട് ആളുകളാണ്. അപ്പോൾ നമുക്കുള്ള ആളുകളിൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ പിന്നെ ക്ലാസ്സിൽ ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയണ നോട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? കാരണം അത് അറിഞ്ഞിട്ട് വേണം. ഇനി എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് നെക്സ്റ്റ് യൂണിറ്റ് ആണ്. ഇനി ഞാൻ കാരണം നാളത്തെ കഴിഞ്ഞ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, കാരണം ഒന്നിടവിട്ടാണ്. കാരണം എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നില്ല, ഒന്നിടവിട്ടാണ് ഞാൻ SGOയുടെ ക്ലാസ് ഞാൻ നൽകുന്നത്. കാരണം ഇന്ന് ഞാൻ നാളെ SGOയുടെ ക്ലാസ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നായിരിക്കും? മീൻസ് ചൊവ്വാഴ്ച ആയിരിക്കും. കാരണം ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ചൊവ്വാഴ്ച കിട്ടും. മാത്രമല്ല മീൻസ് ഇന്ന് ഞാൻ പറയുമ്പോൾ നാളെ, ഇനി മാത്രമല്ല മറ്റന്നാൾ ബുധനാഴ്ച കിട്ടും, നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കില്ല. ബുധനാഴ്ച ഞാൻ നൽകുന്നത് ഇഗ്നോയുടെ സ്റ്റുഡൻസിൻ്റെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇഗ്നോയുടെ സ്റ്റുഡൻസിൻ്റെ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പർ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതും ഞാൻ നോട്ട് തന്നെയാണ് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഇഗ്നോയിൽ പിന്നെ ഇംഗ്ലീഷ് കോഴ്സ് മെയിൻ കോഴ്സായിട്ട് ഹോണറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? ചാനലൊന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, അവരും എന്ത് ചെയ്യട്ടെ? കാണട്ടെ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.